വൈകുന്നേരം കുറച്ച് ബീഫിരുന്ന് അങ്ങനെ കറി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കില്ല, കുറച്ച് ബിരിയാണി അരിയിരിക്കണം, അപ്പോൾ പിന്നെ ബിരിയാണി വെക്കുക, എപ്പോഴും പിള്ളേരല്ലേ ബിരിയാണി വേണമെന്ന് പറയണം. അപ്പോഴെന്നാൽ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കൊരു ബിരിയാണി തിന്നാനായിട്ട് തോന്നുന്നു, പിന്നെ ബിരിയാണി വെക്കാം. അങ്ങനെ പിന്നെ ബിരിയാണി പെട്ടെന്ന് വെക്കാമെന്ന് വെച്ചു. പിന്നെ പപ്പടം, പിന്നെ ചേട്ടൻ കടയിൽ പോയിട്ട് പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ പിന്നെ അത് പിന്നെ പെട്ടെന്ന് കുക്കറിൽ വെക്കാമല്ലോ, കറി വെച്ചുകൊണ്ട് പിന്നെ എളുപ്പമായല്ലോ, പിന്നെ ബിരിയാണി മാത്രം വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ കുക്കറിൽ പിന്നെ നെയ്യ് ഒഴിച്ച് പിന്നെ മലക്കറിയൊക്കെ വാങ്ങിച്ചപ്പോൾ ക്യാരറ്റ് ഇട്ട്, അങ്ങനെ പിന്നെ കുറച്ച് ക്യാരറ്റ് ഇരുന്ന് പിന്നെ നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന മറ്റേ രമ്പല നമ്മളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ രമ്പയിലയും മല്ലിയിലയും കരിവേപ്പിലയും എല്ലാം ഇട്ട് ആ നെയ്യിലിട്ട് വഴറ്റിയിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ച്, ഇപ്പുറത്ത് അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളം അതിൽ ഒഴിച്ച് അരിയും ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ വെച്ചിട്ട് പിന്നെ ഞാൻ സലാഡ് വെച്ച്. പിന്നെ അതിൻ്റെ കുറച്ചേരം ഞാൻ കഴിച്ച് നോക്കിയത്, വെറുതെ ഇവിടെ നിൽക്കണം വിസിൽ വരണമായിട്ട് നിൽക്കണം, അപ്പോഴും പിന്നെ സലാഡ് എടുത്തു. പിന്നെ ഞാൻ പെട്ടെന്ന് ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ഇത് പപ്പടവും വയ്ക്കാമെന്ന് വെച്ച് പപ്പടവും പെട്ടെന്നായി, പിന്നെ സലാഡുമായി പപ്പടമായി, പിന്നെ ബിരിയാണി അതിപ്പോൾ ഒരു വിസിൽ കേട്ടാൽ മതിയല്ലോ. അങ്ങനെ ഒരു വിസിൽ കേട്ട് ബിരിയാണിയായി. ബിരിയാണി കറക്റ്റ് ഇതായിട്ട് വന്നിട്ട് വെള്ളമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്ന്. അങ്ങനെ പിന്നെ ബിരിയാണി എല്ലായിടത്തും കോരി എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ തറയിരുന്ന് ഒത്തിരുന്ന് ഹാളിലിരുന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.